ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മരിപ്പൂവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്മരിപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിൻ്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ മഹിമ പറഞ്ഞ പ്രകാരം ശ്രീകാന്തിൻ്റെയും വർഷയുടെയും ചടങ്ങ് നടത്താനായിട്ട് തീരുമാനിക്കുകയാണ്. കൂട്ടത്തിൽ തന്നെ ചന്ദ്രയുടെ ആഗ്രഹം പോലെ തന്നെ സുധിയുടെയും ചടങ്ങ് കൂടി നടത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചടങ്ങിന് വേണ്ടി വരുന്ന സമയത്ത് മധുവും മഹിമയും കൂടി സച്ചിയെയും അതുപോലെ തന്നെ രവിയെയും പരമാവധി ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ രണ്ടുപേരും ഒഴിഞ്ഞു മാറുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. മഹിമയാണെങ്കിൽ സച്ചിയോട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സച്ചി കോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നിൽ നിന്ന് വേഗം വന്ന് അടിക്കുകയാണ് പുറത്തേക്കായിട്ട്. സച്ചിക്ക് നന്നായിട്ട് തന്നെ വേദനിക്കുന്നുണ്ട്. എന്നാൽ സച്ചി അതിന് തിരിച്ച് പ്രതികരിക്കുന്നൊന്നുമില്ല കേട്ടോ. അതിനുശേഷം സച്ചി രേവതിയുടെ അടുത്ത് വന്നിരിക്കുന്ന സമയത്ത് മറ്റൊരാൾ കോൾ ചെയ്തിട്ട് വന്നിട്ട് സച്ചിയുടെ കാലിൽ പിടിച്ച് ചവിട്ടി ഇറക്കുകയാണ്. ആ ഒരു സമയത്ത് സച്ചി ദേഷ്യത്തോട് തന്നെ ചാടി എഴുന്നേൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് തിരിച്ച് പ്രതികരിക്കുന്നൊന്നുമില്ല. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന രേവതിയാകട്ടെ ഇദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട്, മിണ്ടരുത്, നീ നമ്മളായിട്ട് തന്നെ ഈ ഒരു ചടങ്ങ് അലങ്കോലമാക്കരുത്, നീ തന്നെയല്ലേ പറഞ്ഞത്, അതുകൊണ്ട് എന്ത് കണ്ടാലും മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയാണ്. അങ്ങനെ എല്ലാ രീതിക്കും നമ്മുടെ സച്ചി ഒഴിഞ്ഞു മാറുകയാണ്. അതുപോലെ രവീന്ദ്രൻ്റെ അടുത്തായിട്ട് മധുസൂദനൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ തന്നെ കൂടി നിൽക്കുന്ന ഒരാളെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് അയാളാണെങ്കിൽ രവീന്ദ്രൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് കാലും കയറ്റി വെച്ച് കാലിങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേളിൽ കയറ്റി വെച്ചിരിക്കുന്ന കാല് രവീന്ദ്രൻ്റെ ദേഹത്തേക്കായിട്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം ഈ ഒരു കാഴ്ച കാണുന്ന സമയത്ത് അശോകൻ അദ്ദേഹത്തോട് ചോദിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും രവി പറയുന്നുണ്ട്, വേണ്ട അശോക്, ഒന്നും ചോദിക്കണ്ട, നമുക്ക് ഇവിടുന്ന് മാറിയിരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് രവി അവിടെ നിന്ന് മാറിയിരിക്കുക. അങ്ങനെ നമ്മുടെ മഹിമയുടെ മധുസൂദൻ്റെ എല്ലാ പ്ലാനിങ്ങും ചീറ്റിപ്പോകണ്ട. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് രേവതി വർഷയുടെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് വർഷ പൂമാല ഒരു കട്ടിലിട്ടിട്ടുണ്ടാവും. ആ ഒരു പൂമാലയിൽ വർഷയുടെ നെക്ലേസ് ഉടക്കി കാണുന്നത്. അതെടുത്ത് വർഷയ്ക്ക് കൊണ്ടേ കൊടുക്കാൻ പോകുന്ന സമയത്താണ് കൃത്യമായി തന്നെ മധുസൂദനും മഹിമയും അവിടെ എത്തുന്നത്. പിന്നീട് അവർ രേവതിയെ കള്ളിയാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. രേവതി മനഃപൂർവ്വം വർഷയുടെ നെക്ലേസ് മോഷ്ടിക്കുകയായിരുന്നു എന്നും രേവതി മോഷ്ടിച്ചുകൊണ്ടുന്ന പണം കൊണ്ടാണ് സച്ചി വെള്ളം അടിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയെ രേവതിയുടെ വീട്ടുകാരൻ പരമാവധി കുറ്റപ്പെടുത്തുകയാണ്. ആദ്യമൊക്കെ നമ്മൾ സച്ചി സഹിച്ചു നിൽക്കുമെങ്കിലും പിന്നീട് ക്ഷമ കിട്ടുന്ന സച്ചി രണ്ടെണ്ണം മധുസൂദനായിട്ട് പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് വരുന്ന ശ്രീകാന്തിനും വർഷയ്ക്കും ഇടയ്ക്ക് തെറ്റിദ്ധാരണ ഉണ്ടാണ്. കാരണം മനഃപൂർവ്വം തന്നെ സച്ചി പ്രശ്നങ്ങളും ഉണ്ടാക്കുകയായിരുന്നു എന്ന രീതിക്കാണ് വർഷയുടെ മുന്നിൽ വെച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ വർഷ ആ ഒരു സമയത്ത് സച്ചിയുള്ള വീട്ടിലേക്ക് താനിന് വരികയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പിണങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് രവിയാണെങ്കിൽ ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളല്ലേ ആയോളൂ, മാത്രമല്ല വർഷം മോളെ തന്നെ നിർത്തണ്ട, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് നമുക്ക് പിന്നീട് കൂട്ടിക്കൊണ്ട് വരാം, നീ എന്തായാലും ഇവിടെ നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ നിർബന്ധിച്ച് തന്നെ അവിടെ നിർത്തുക. അങ്ങനെ നമ്മുടെ മഹിമയുടെയും മധുസൂദൻ്റെയും ലക്ഷ്യം പോലെ തന്നെ ശ്രീകാന്തും വർഷയും അവരുടെ വീട്ടിലായിട്ട് നിൽക്കുകയാണ്. എന്നാൽ തിരികെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ സച്ചിയെ രേവതിനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് ചന്ദ്ര. രേവതി കാരണമാണ് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയാണ് ഈ ഒരു ചടങ്ങ് ഇത്ര വഷളായതെന്നും മാത്രമല്ല സച്ചിനെ കൊണ്ട് രേവതി മനഃപൂർവ്വം തന്നെ ചടങ്ങ് കുളമാക്കുകയായിരുന്നു എന്നൊക്കെ രീതിക്ക് ചന്ദ്ര സംസാരിക്കുന്നുണ്ട്. പിന്നെ ചന്ദ്രയുടെ സ്വഭാവം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല, എന്തു വന്നാലും സച്ചിനെ രേവതിയും കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നില്ല എന്നാണെങ്കിൽ ചന്ദ്രയ്ക്ക് ഒരു സമാധാനം ഇല്ല അല്ലേ. അങ്ങനെ 1-2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം ആകുമ്പോൾ തന്നെ ചന്ദ്ര പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മകനെ കാണാതിരിക്കാൻ പറ്റില്ല, അവൻ വരാതെ ഞാനൊരു തുള്ളി വെള്ളം പോലും കുടിക്കുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര നിരാഹാര സമരത്തിൽ നടക്കുകയാണ്. ഭക്ഷണം കഴിക്കാണ്ട് രവിയൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ചന്ദ്രയാണെങ്കിൽ വരുന്നില്ല എന്ന് പറഞ്ഞ് ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ രവി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്ര ഭക്ഷണം കഴിക്കാത്ത സ്ഥിതിക്ക് ഞാനും ഭക്ഷണം കഴിക്കുകയില്ല എന്നും പറഞ്ഞുകൊണ്ട് രവി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. കൂട്ടത്തിൽ തന്നെ ശ്രുതിയും പോകട്ടെ. അമ്മ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് എനിക്കും വേണ്ട എന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. കൂട്ടത്തിൽ ശ്രുതിനെ വിളിച്ചുകൊണ്ട് പോകട്ടെ. ശ്രുതിക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ട്, പക്ഷേ ശ്രുതി നിർബന്ധിച്ച് തന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പം നമ്മുടെ സച്ചിയുടെ കാര്യം അറിയാലോ, രവിക്ക് കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിച്ചാൽ മാത്രമാണ് മെഡിസിനും കൃത്യമായ രീതിയിൽ കഴിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സച്ചിയും ചെന്ന് ചന്ദ്രനെ ഭക്ഷണം കഴിക്കാണ്ട് വിളിക്കുകയാണ്. ചന്ദ്ര ഭക്ഷണം കഴിച്ചാലാണല്ലോ രവിയും ഭക്ഷണം കഴിക്കുള്ളൂ. അങ്ങനെ വിളിക്കുന്ന സമയത്ത് ചന്ദ്ര താനി ഭക്ഷണം കഴിക്കുകയില്ല, എൻ്റെ മകനെ കാണാൻ ഞാനൊരു തുള്ളി വെള്ളം കുടിക്കുകയില്ല എന്നൊക്കെ നമ്മുടെ സച്ചിയോടായിട്ട് പറയുന്നുണ്ട്. അപ്പം അമ്മയെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കുന്നുണ്ട്. സച്ചി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പുറത്തേക്ക് പോയിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ചു വരാൻ എന്നിട്ട് പറയുന്നുണ്ട്, ഇത് റംസാൻ സ്പെഷ്യൽ ബിരിയാണിയാണ്, ഈ ബിരിയാണി എല്ലാവരും കൂടിയിരുന്ന് ഒരുമിച്ചിരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് മനസ്സിൽ വിചാരിച്ചാലക്കും എന്നൊക്കെ ഉള്ള ആ ഒരു സംസാരം കേട്ടുകൊണ്ട് ചന്ദ്ര ഭക്ഷണം കഴിക്കാണ്ട് വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ രേവതി സച്ചിയോട് ചോദിക്കുന്ന, സച്ചിയേട്ടാ ഈ റംസാൻ സമയത്ത് അവരങ്ങനെ ഭക്ഷണം കഴിക്കില്ല എന്ന് എനിക്കറിയാം, പിന്നെ എങ്ങനെ ഈ ഒരു ഭക്ഷണം നമുക്ക് വേണ്ടി മാത്രമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരല്ലോ, എൻ്റെ ഇതിന് പിന്നിൽ നിന്ന് ചോദിക്കുമ്പോഴത്തേക്കും വേഗം തന്നെ സച്ചി റൂം അടയ്ക്കേണ്ട. എന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, റംസാൻ സ്പെഷ്യലൊന്നുമല്ല, തൊട്ടടുത്ത കടയിൽ നിന്ന് താൻ മേടിച്ചുകൊണ്ട് വന്നാണെന്ന് പറയുമ്പോഴത്തേക്കും രേവതി വേഗം സച്ചിയെ നോക്കുകയാണ് കേട്ടോ. അതിനുശേഷം ചോദിക്കുന്നുണ്ട്, സച്ചിയുടെ സത്യം പറ, എന്ത് കാരണം കൊണ്ട് ഇപ്പോൾ ഭക്ഷണം മേടിച്ചത്, എന്തായാലും
അച്ഛനോട് സച്ചിയുടെ സ്നേഹമുണ്ട്, അതെനിക്കറിയാം. പക്ഷേ അതിലുപരി അമ്മ ഭക്ഷണം കഴിക്കാഞ്ഞിട്ടില്ല സച്ചിനെ ഭക്ഷണം മേടിച്ചോണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സച്ചിയുടെ കണ്ണുകളൊന്നും അറിയാണ്ടത് പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ അമ്മ വിശന്നിരിക്കണം കണ്ടു കഴിഞ്ഞാൽ സഹിക്കില്ല. ഞാൻ അമ്മയോട് ദേഷ്യപ്പെടുമെങ്കിലും അമ്മയുടെ കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചങ്ക് പടയുമെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ സച്ചി രേവതിയോടായിട്ട് മനസ്സുറന്ന് സംസാരിക്കാനുണ്ടാവും. ഈ ഒരു സമയത്ത് രേവതി പറഞ്ഞ സച്ചിയോട് നിങ്ങൾ സങ്കടപ്പെടാതിരിക്കുന്നത്, എന്തെങ്കിലും ഒരു കാലത്ത് നിങ്ങളുടെ അമ്മ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സമയം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയെ ചേർത്ത് നിർത്തുകയാണ്. അതായത് ആ നിമിഷത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും സച്ചി എത്രത്തോളം ചന്ദ്രയെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് കേട്ടോ. എന്തായാലും നമ്മുടെ ചന്ദ്ര സച്ചിയുടെ സ്നേഹം തിരിച്ചറിയുക തന്നെ ചെയ്യും. അത് എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.